ഇവിടെ അതായത് ആദിവാസി ഓയിൽ യൂസ് ചെയ്യുന്ന ചേച്ചിമാരുടെ മുടി നിങ്ങൾ നോക്കി എന്തോരം നീളത്തിൽ എന്തോരം രസമായിട്ട് നിൽക്കുന്നതെന്ന്. ചേട്ടൻ മലയാളം അറിയാവുന്ന ഒരു ചേട്ടനാണ്. നമുക്ക് ഇതിനെ പറ്റി എല്ലാത്തിനെ പറ്റി പറഞ്ഞു തരുമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടത്തൊക്കെ മുടി കണ്ട നമ്മുടെ നാട്ടിലൊക്കെ ആണുങ്ങൾക്ക് ഇതുപോലെ മുടി കണ്ടിട്ടുണ്ടോ? എന്ത് കരുത്താന്ന് നോക്കി. അത് മാത്രമല്ല കേളി ഹെയർ ആയിട്ടുള്ള ചേട്ടനും ഭയങ്കര എന്താ പറയുക നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള മുടിയാണ്. നിങ്ങൾ കേട്ട് കാണും ഈ ആദിവാസി ഹെയർ ഓയിലിനെ കുറിച്ചിട്ട്. കാട്ടിലുള്ളവർ തലയിൽ തേക്കാൻ എണ്ണ ഉണ്ടാക്കുന്ന കാര്യം. സാധാരണ എല്ലാ ഹെയർ ഓയിലിൻ്റെയും ബേസ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന വെളിച്ചെണ്ണ ഇല്ല കോക്കനട്ട് ഓയിൽ എന്ന ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ്. M4 ടെക്കിലെ ജിയോ മച്ചാനും ഇത് വെച്ചിട്ട് വലിയ പ്രൊമോ വീഡിയോ ഒക്കെ ഉണ്ടാക്കി എയറിൽ കയറി. കുറച്ച് ദിവസം മുമ്പ് മച്ചാൻ ഒരു ഹെയർ ഓയിൽ പ്രൊമോട്ട് ചെയ്തു. അത് വെറും ഹെയർ ഓയിലല്ല, പിന്നെ നല്ല ഒരു ആദിവാസി ഹെയർ ഓയിൽ. കേരളത്തിലെ ആദിവാസികളൊന്നും അല്ല ഇതിൻ്റെ പിറകിൽ, നമ്മുടെ മൈസൂറിലെ ആദിവാസികൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഹെയർ ഓയിലാണ് ഇത്. പ്രൊമോട്ട് ചെയ്തതിന് ശേഷം പിടിച്ചാൽ കിട്ടാത്ത ഒരു റോക്കറ്റ് പോലെയാണ് ഈ ഹെയർ ഓയിൽ അങ്ങനെ കുതിച്ച് മുമ്പോട്ട് കയറിപ്പോയത്. ആ പ്രൊമോഷൻ വീഡിയോ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. അടുത്തിടെ ഞാൻ ഇത് കണ്ടിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാം എന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇന്ന് ചെയ്യുന്നത്. ഞാൻ ഇനി പറഞ്ഞ രസം കളയുന്നില്ല. ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോ നമ്മളിപ്പോ ഉള്ളത് മൈസൂരാണ്. എന്റെ കൂടെ നിക്കണ ഈ ചേച്ചിയുടെ മുടി ഒന്ന് നോക്കി നിങ്ങള്. എന്തൊരു നീളാണ് ഈ മുടിക്ക്. അതുപോലെ തന്നെ നല്ല കറുത്ത് എന്താ പറയുക നല്ല കഴുത്തുട്ട മുടികള്. അപ്പൊ ഇതിന്റെ രഹസ്യം എന്താണ് നമ്മൾ അറിയാനായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചോദിച്ചപ്പോൾ മനസ്സിലായത് ആദിവാസി ഓയിൽ ആണെന്നാണ് ഇതിന്റെ സീക്രട്ട്. അതായത് ഒരു മാജിക് ഓയിൽ. അത് മാത്രമല്ല ഇപ്പൊ എത്ര നേരം നിങ്ങൾ ചേച്ചി എന്ന് ഞാൻ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ചേട്ടൻ. ഇത് കേട്ടിട്ട് ഭയങ്കര ട്വിസ്റ്റൊക്കെ ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇനി ഇതിനെ കുറിച്ച് ബാക്കി ഭാഗങ്ങൾ കൂടെ കണ്ടിട്ട് വരാം. അതുപോലെ തന്നെ ചേച്ചിമാരുടെ മുടി നോക്കി ഇവിടെ അതായത് ആദിവാസി ഓയിൽ യൂസ് ചെയ്യുന്ന ചേച്ചിമാരുടെ മുടി നിങ്ങൾ നോക്കി എന്തോരം നീളത്തിൽ എന്തോരം രസമായിട്ട് നിൽക്കുന്നതെന്ന്. ചേട്ടൻ മലയാളം അറിയാവുന്ന ഒരു ചേട്ടനാണ്. നമുക്ക് ഇതിനെ പറ്റി എല്ലാത്തിനെ പറ്റി പറഞ്ഞു തരുമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടത്തൊക്കെ മുടി കണ്ട നമ്മുടെ നാട്ടിലൊക്കെ ആണുങ്ങൾക്ക് ഇതുപോലെ മുടി കണ്ടിട്ടുണ്ടോ? എന്ത് കരുത്താ നോക്കി. അത് മാത്രമല്ല കേളി ഹെയർ ആയിട്ടുള്ള ചേട്ടനും ഭയങ്കര എന്താ പറയുക നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള മുടിയാണ്. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ പേര് പുറംതിരിഞ്ഞ് നിൽക്കുന്നു. പിറകിലത്തെ തലമുടി മാത്രം നമ്മൾക്ക് വെച്ച് കെട്ടിയതുപോലെ ഉണ്ട്, പനങ്കൊല പോലെ. അത് കണ്ടാൽ അതിലെ ചേട്ടന്മാരാരാണ് ചേച്ചിമാരാരാണെന്നൊന്നും എനിക്ക് കണ്ടിട്ട് അങ്ങ് തീരെ മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ താടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേട്ടന്മാരായിട്ട് നമുക്ക് വേർതിരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. എന്തായാലും ബാക്കി കുറച്ചുകൂടി കണ്ടു നോക്കാം. വരാനായിട്ടൊരു കാരണമുണ്ട്. ഞങ്ങൾ കേട്ടെടുത്തോളം വെച്ചിട്ട് അതായത് ഈ ഒരു ആദിവാസി ഓയിൽ എന്ന് പറയുന്നത് ഏകദേശം 1000 വർഷം മുമ്പ് വരെ എന്താ പറയുക ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. സത്യമാണ്. നമുക്ക് പരമ്പരമുള്ളത് 3 തലമുറയായി മാറി വരുന്ന കച്ചവടമാണ് ഇത്. ഇത് ഇന്ന് കച്ചവടം തുടങ്ങിയിട്ട് നാളെ നിർത്താനുള്ളതല്ല. ഇത് ഞങ്ങൾ ജീവിതമാണ് ഇത് ആയിട്ട് നടക്കുന്നത്. അപ്പൊ ഈ ചേട്ടൻ പറയുന്നത് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാജാക്കന്മാർ വരെ ഉപയോഗിച്ചിരുന്നത് ഈ ഒരു ആദിവാസി ഓയിലാണ്. കാരണം അത്രയ്ക്ക് ഗുണമുള്ളതുകൊണ്ട്. അപ്പൊ ഇതിന്റെ രഹസ്യം എന്താണ് നമ്മൾ അറിയാനായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചോദിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു പ്രൊമോ തന്നെയാണ് ഇത്. വെറുതെ അല്ല, തലമുറകളിലൂടെ രഹസ്യം കൈമാറി വന്ന ഒരു രഹസ്യ കൂട്ടാണ് ഇത്. പഴയ കാലത്ത് ഈ എണ്ണ ഉണ്ടെങ്കിലേ രാജാക്കന്മാരൊക്കെ കുളിക്കുകയുണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. പഴയ കാലത്തെ വലിയ വലിയ ചക്രവർത്തിമാരൊക്കെ ഈ രഹസ്യക്കൂട്ടുള്ള എണ്ണയൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു കുളിച്ചുകൊണ്ട് നല്ല മുടിയൊക്കെ അവർക്ക് ഉണ്ടായിരുന്നത്. ആ കിരീടം വഴിയൊക്കെ പുറത്ത് കാണാമല്ലോ ആ ചിത്രങ്ങളിലൊക്കെ. അപ്പോൾ അതുപോലത്തെ മുടിയൊക്കെ കിട്ടിയത് ഈ ആദിവാസി എണ്ണയാണ് ഇതിൻ്റെ പിറകിൽ എന്ന രീതിയിലാണ് ഇത് കാണുമ്പോഴേക്കും നമ്മൾക്ക് തോന്നുന്നത്. അപ്പോൾ പഴയ കാലത്തെ ചക്രവർത്തികളുടെയൊക്കെ ഇഷ്ടപ്പെട്ട ആദിവാസി ഓയിലാണ് ഇതെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇനി ഇതൊക്കെ ഉണ്ടാക്കാനുള്ള പച്ചമരുന്നിന് അതൊക്കെ കണ്ടുപിടിച്ച് പറിക്കാനായിട്ട് ഈ പുള്ളി ചേട്ടന്മാരോടൊക്കെ ഒപ്പം കാട്ടിലേക്ക് പോകുന്ന രസകരമായിട്ടുള്ള കാഴ്ച നമുക്ക് കണ്ടു നോക്കാം. ചേട്ടാ നമ്മളിത് കാട്ടിലേക്ക് പോകണം. അതേ കാട്ടിലേക്ക് പോകുന്നതാണ്. പച്ചമരുന്നെല്ലാം കാണാം. അടിപൊളി. മഴയത്തും പോയി പറിക്കാറുണ്ട്. അപ്പോ അകത്ത് 2-3 ആൾക്കാരുണ്ട്. ഓൾറെഡി അവർ പറിക്കുന്നുണ്ട്. ഇവിടെ 1-2 ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അങ്ങനെ നമ്മുടെ പച്ചമരുന്നുകൾ കാട്ടിൽ നിന്ന് പറിക്കാനായിട്ട് വന്നേക്കാണ്. നോക്കി ഇവിടെ മൊത്തം എന്താ പറയാ കാട് തന്നെയാണ്. ചേട്ടാ എന്തായി ഇപ്പൊ സാർ നമുക്ക് മരം പറിക്കാൻ ഓൾറെഡി 2-3 ആളകത്തുണ്ട്. 1-2 ഇവിടെ കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ. എന്തായാലും ചേട്ടൻ തപ്പി എടുക്കട്ടെ കേട്ടോ. നമുക്ക് നോക്കാം. അതെ, ഇവിടെ ഒന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വരും. എവിടെ? കട പൊട്ടി പോയില്ലേ? അത് പൊട്ടി. അപ്പൊ ഇനി അത് നടാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പൊ ഇനി പറിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എവിടെ പറിക്കും? അത് ഇതുപോലെ കിട്ടണം. മഴ പോയില്ലേ?
നമ്മുടെ നാട്ടിലുണ്ടാവുന്ന പോലെ തന്നെ കറ്റാർവാഴ അതിലെ സെയിം ഉണ്ടാവും, പക്ഷേ ഇത് കടനാണ്. കടനുണ്ട്. ഓ, വ്യത്യാസമുണ്ട്. നോക്കട്ടെ, മണം കാര്യങ്ങളൊക്കെ സെയിം തന്നെ, പക്ഷെ എനിക്ക് തോന്നുന്നു വലിപ്പത്തിൽ കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. നോക്കി, നമ്മുടെ കറ്റാർവാഴയാണ്. കറ്റാർവാഴയൊക്കെ ഇങ്ങനെ കാട്ടിലുണ്ടാവുന്ന എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. നോക്കി, നല്ല അടിപൊളി കറ്റാർവാഴ. അപ്പൊ നമ്മുടെ ബാക്കി ടീമൊക്കെ കാട്ടിലേക്ക് പറിക്കാനായിട്ട് പോയിക്കാണ്. അവരുടെ അടുത്തേക്ക് പോകാം. ഇത് വെറും സാധാരണ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ കാണുന്ന കറ്റാർ വാഴയാണ്. അത് കാട്ടിൽ വളരുന്നതാണോ അതോ എവിടെന്നെങ്കിലും പറിച്ചിട്ട് അവിടെ കൊണ്ട് വെറുതെ ഇട്ടതാണോ എന്നൊന്നും കണ്ടിട്ട് പറയാനായിട്ട് പറ്റുന്നില്ല. എന്തായാലും സംഭവം കണ്ടിട്ട് നല്ല ഒരു കോമഡി, ചിരിക്കാനുള്ള നല്ല വകുപ്പുകളൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ചുകൂടി കണ്ടിട്ട് വരാം. പോയിക്കാണ് അവരുടെ അടുത്തേക്ക് പോകാം. കുറെ ദൂരം അകത്ത് പോകാനൊക്കാവില്ല. പല പക്ഷികൾക്ക് ഇത് കൊടും കാടാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവരൊക്കെ നടക്കുന്ന വഴിയൊക്കെ കണ്ടിട്ട് എപ്പോഴും ജനസഞ്ചാരമൊക്കെ ഉള്ളൊരു പാത പോലെയും കുറച്ച് അങ്ങോട്ട് പോയാൽ മെയിൻ റോഡിലോട്ട് തന്നെ കയറി പോകാമെന്നും ഒക്കെയാണ് തോന്നുന്നത്. കാടൊക്കെ അവർ നടക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. കുറച്ചുകൂടി കണ്ടിട്ട് വരാം. എന്തായാലും സംഭവമൊക്കെ കണ്ടിട്ട് ഇതൊക്കെ വെപ്പ് മുടി പോലെയാണ് തോന്നുന്നത്. ഇവർ എണ്ണ ഉണ്ടാക്കുന്നതൊന്നും കാണിക്കുന്നുമില്ല. ഇനി എന്താ അവർ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. പിന്നെ ഇതുകൂടി കാണിച്ചു തരാം. കാട്ട് മൈലാഞ്ചിന്റെ ചെടിയാണ്. മൈലാഞ്ചി ഇത് എടുക്കും. ഇത് എടുത്ത് ഇതിനെ ഉണക്കിയെടുക്കും. ഇത് ഞങ്ങൾ കാട് സാധനമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ നല്ല അടിപൊളി ലൊക്കേഷൻ, നല്ല അടിപൊളി കാട്. ചെത്തിപ്പൂവാണ്. എല്ലാവർക്കും അറിയാന സാധനം തന്നെയാണ് അത്. പിന്നെ ഇത് താമരയാണ്. താമരപ്പൂ. ഇത് എങ്ങനെ കാട്ടിന് കിട്ടും? അത് വെള്ളത്തിൽ കിട്ടണതാണ്. ഇത് കാട്ടുതാമരയാണ്. ഇത് വലിയ ഫ്ലവർ ഇത്രയും വലുപ്പം ഉണ്ടാവും. അത് പിരിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലുപ്പം. അടിപൊളി, നല്ല വലിപ്പമുള്ളത് വെള്ളത്താമര. നമ്മുടെ നാട്ടിൽ പാടത്തൊക്കെ ഉണ്ടാവുന്ന ചെറിയതാണ്, പക്ഷെ ഇത് വലിപ്പമുണ്ട്. നല്ല വലിയ താമര കണ്ട. മുട്ട കൊടുക്കുമല്ലേ? മുട്ടില് താമരപ്പൂവും ചെത്തിപ്പൂവും. ഇതില് വേറെ കുറെ സാധനം, പല ഐറ്റംസ് ഉണ്ട്. ചെമ്പരത്തി ഉണ്ട്, ഈയാർനെല്ലി ഉണ്ട്. അതിലെ ഇതെന്താ നീലാംബരി ഉണ്ട്. അപ്പോഴേക്ക് ഇവര് തേങ്ങ എണ്ണ, പിന്നെ എന്താണ് തെച്ചിപ്പൂവ്, കറ്റാർവാഴ, താമരപ്പൂവ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കാട്ടിൽ നിന്ന് ഇവർ എടുക്കുന്നതുകൊണ്ട് എല്ലാം ഈ കാട്ട് പൂവ്, കാട്ട് തെച്ചി, കാട്ടിലത്തെ കറ്റാർവാഴ എല്ലാം കാട് ചേർത്ത് പറഞ്ഞാൽ ഇത് ശരിയായിട്ട് വരുന്നുണ്ട്. ഇനിയൊക്കെ ഈ പറിച്ചു കൂട്ടിയത് അത് കൊണ്ട് വെച്ചിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന പോലെയാണ് കണ്ടിട്ട് തോന്നുന്നത്. ഒക്കെ അരച്ച് കലക്കി ഒരു എണ്ണ സെറ്റപ്പൊക്കെ ആക്കുന്ന ജോലി മാത്രമേ ബാക്കിയുള്ളതായിട്ട് തോന്നുന്നുള്ളൂ. അല്പം കൂടി കണ്ടിട്ട് തിരിച്ചു വരാം. ಏನು ಮಾಡಬೇಡಿ, ನಿಂತ್ಕೊಳ್ಳಿ. ಅಯ್ಯೋ, ನಮ್ ಗೆಸ್ಟ್ ಏನಿಲ್ಲ. ನಮ್ ಗೆಸ್ಸು ನಮ್ಗೆ ಬಂದಿರೋ ನೆಂಟರು. ಏನು ಮಾಡಬೇಡಿ, ಬನ್ನಿ. എന്തായാലും പ്രൊമോ വീഡിയോയുടെ അവസാന ഭാഗം അടിച്ചു പൊളിക്കുക തന്നെ ചെയ്തു. സപ്പോർട്ടിംഗ് ആക്ടേഴ്സിൻ്റെ അഭിനയമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഏതൊരു സീരിയലിലത്തെ ഡാൻസ് സീനുമൊക്കെ കവച്ച് വെക്കുന്ന രീതിയിലായിരുന്നു ഇവരുടെയൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു പെർഫോമൻസ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഈ പരസ്യമൊക്കെ. അപ്പോൾ എന്തായാലും ഈ എണ്ണയുടെ ഉപയോഗം കൊണ്ട് മുടിയൊക്കെ ഇങ്ങനെ പനംകൊല പോലെ തഴച്ച് വളരുന്ന കഥയൊന്നും സയൻറ്റിഫിക്കായിട്ട് ഇതുവരെയും തെളിയിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. കാരണം സാധാരണ പേരൻസിൻ്റെ അടുത്ത് നിന്നും വരുന്ന ജീനല്ല, പരമ്പരാഗതമായിട്ട് കിട്ടുന്ന ജീൻ വഴിയാണ് ഒരാളുടെ മുടി വളർച്ചയെ അത് എത്രത്തോളം ആകും എന്നുള്ള നിർണ്ണയിക്കുന്നതിൻ്റെ പ്രധാന ഘടകം. ഇപ്പോൾ ആണുങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ അച്ഛന് പൊതുവേ ബാലൻസ് ഉണ്ടെങ്കിൽ അത് ജീൻ വഴി ക്യാരി ഫോർവേഡ് ചെയ്തിട്ടാണ് ജെൻസിന് കാണുന്ന സാധാരണ ബാലൻസ് കണ്ടുവരാറുള്ളത് എന്നാണ് ഈ സയൻസ് വിശ്വസിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം വന്നിട്ട് ഉറപ്പായിട്ട് ഈ കഴിക്കുന്ന ഫുഡിലത്തെ പോഷകങ്ങൾ
ഒരു പരിധിവരെ മുടി വളർച്ചയെ സഹായിക്കുന്നതും നിർണ്ണയിക്കുന്നതുമായിട്ടുള്ളൊരു ഘടകമാണ്. പിന്നെ പഴയ കാലത്തൊക്കെ ഈ വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് തലയൊക്കെ അങ്ങനെ ചൂട് പിടിച്ചിരിക്കുമ്പോൾ മസാജ് ചെയ്യുന്നത് വഴി അവിടുത്തെ ബ്ലഡ് സപ്ലൈ ഒക്കെ കൂടുകയും അതുവഴി ഈ തലയോട്ടിയിലെ ചൂടൊക്കെ കുറഞ്ഞ് ഒന്ന് തലയോട്ടി തണുക്കുകയും അപ്പോൾ ഹെയർ ഇങ്ങനെ ബ്രേക്കായി പോകുന്നതൊക്കെ ഒരു പരിധിവരെ തടയാനും മുടി കൊഴിച്ചിലൊക്കെ കുറച്ചൊക്കെ കുറയ്ക്കാനും ഒക്കെ സഹായകരമാകും എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇതിൽ എടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഈ മസാജിങ് ഒക്കെ ചെയ്യുന്നത് വഴി ഈ ഗ്രോത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകും എന്നല്ലാതെ ഇങ്ങനെ തഴച്ച് പനങ്കൊല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരുപാട് പ്രോഡക്ട്സ് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ വരുന്ന ഹെയർ ഓയിൽ എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിലും ഈ കറ്റാർ വാഴയും വെളിച്ചെണ്ണയും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. വെറും വെളിച്ചെണ്ണ തേച്ചാൽ തന്നെയും അതേ ഇഫക്റ്റ് ഒക്കെ ഉള്ളൂ. അപ്പോൾ ഇത് കാരണം പ്രധാനമായിട്ടും വലിയൊരു മാറ്റമൊന്നും വരുന്നത് പോലെ ഇല്ല. അപ്പോൾ ഈ കാണുന്ന എല്ലാവർക്കും ഇതുപോലെ ഹെയർ ഓയിലൊക്കെ വാങ്ങി തേച്ച് പിടിച്ചാൽ ലോകത്തിലെ എല്ലാവർക്കും ഇങ്ങനെ പനങ്കൊല പോലെ മുടി വളരാനുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ സാധാരണ ആളുകളെ ഇവർ ഇങ്ങനത്തെ കണ്ണഞ്ചിപ്പിക്കുന്ന പരസ്യമൊക്കെ കാണിച്ചിട്ട് മിക്കവാറും ഈ മുടിയൊന്നും വളരാതെ ഒരുപാട് കുറവുള്ളവരൊക്കെ അതിൽ സാധാരണഗതിയിൽ വീണു പോകും എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ പലതരം ഹെയർ ഓയിലുകളൊക്കെ വാങ്ങി അതൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ തോന്നും മുടി കുറേ വരുന്നുണ്ട്, പിന്നെ തോന്നും അതിൽ വലിയ പ്രയോജനമൊന്നുമില്ല. അത് സാധാരണ ഈ സ്ട്രെസ്സും ഈ മിക്കവാറും ഇക്കാലത്തെ ഫാസ്റ്റ് മൂവിങ് വേൾഡിലത്തെ ടെൻഷനും പല ഘടകങ്ങളും പിന്നെ ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ശരീരത്തിലുണ്ടെങ്കിലുമൊക്കെയാണ് ഈ മുടി കൊഴിച്ചിലൊക്കെ ധാരാളമായിട്ട് കാണുന്നത്. അപ്പോൾ അതുവഴി വരുന്ന ഇങ്ങനെ മുടി കൊഴിച്ചിലും വളർച്ചക്കുറവും ഒക്കെ പരിഹരിക്കാൻ ഇങ്ങനെ എണ്ണയൊക്കെ വാരി തേച്ചിട്ട് ഈ 1 മണിക്കൂർ ഇരിക്കുന്നതുകൊണ്ടൊന്നും കാര്യമായിട്ടുള്ള പ്രയോജനമോ മാറ്റങ്ങളോ ഒന്നും വരില്ല. അപ്പോൾ ഇതൊക്കെ എത്രമാത്രം ഗുണം ചെയ്യുമെന്നുള്ളത് കണ്ട് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. സാധാരണയായിട്ട് പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ ജനറ്റിക് ഫാക്ടേഴ്സും പോഷകാഹാരവും പിന്നെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും പിന്നെ അസുഖമില്ലാത്ത നല്ലൊരു ഹെൽത്തി ബോഡിയും ഇതൊക്കെയാണ് സാധാരണ മുടി നല്ല രീതിയിൽ വളരാനുള്ള പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ. അതുപോലെ പലരും ഈ മുടിക്ക് പിറകെ ഒരുപാട് വന്നിട്ട് ഒരുപാട് മുടി വേണമെന്ന് ആഗ്രഹിച്ചിട്ട് പിറകെ പോകുന്നവർ ഇപ്പോൾ കുറേ പേരെ കാണാനുണ്ട്. അപ്പോൾ നമ്മൾക്ക് നാച്ചുറലായിട്ട് എത്ര മുടിയുണ്ടോ അതിനെ നല്ല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വഴി. അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടപ്പോഴേക്കും ഇന്നത്തെ സമൂഹത്തിലെ ധാരാളം പേര് അപ്പം ഞങ്ങളുടെ അടുത്തൊക്കെ ഇങ്ങനെ ആൾക്കാർ ചോദിച്ചു വരാറുണ്ട്, നല്ല മുടിയൊക്കെ വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, എന്ത് ഹെയർ ഓയിൽ യൂസ് ചെയ്യണം. ഇതൊക്കെ വെറുതെ പുറത്തുനിന്ന് നോക്കുമ്പോഴേക്കും ആകർഷകമായിട്ട് തോന്നും എന്നല്ലാതെ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസമൊന്നും ഇതുവഴി വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സൊക്കെ നിങ്ങളുടെ അടുത്ത് ഈ ഒരു സോഷ്യൽ അവയർനെസ്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനി നമുക്ക് ഉടനെ കാണാം.